ഹായ്, വെൽക്കം ടു റിച്ചൂസ് ഡൈൻ ആൻഡ് ഡിസൈൻസ്. ഹായ്, ഇന്ന് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശ അല്ലെങ്കിൽ ഇഡ്ഡലി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഞാനിവിടെ ദോശ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് 3 ഗ്ലാസ് അളവിൽ റാഗി പൗഡർ എടുത്തിട്ടുണ്ട്. ഈ റാഗിപ്പൊടി അളന്നെടുത്ത അതേ ഗ്ലാസ്സിൽ തന്നെ 1 ഗ്ലാസ് അളവിൽ ഉഴുന്ന് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉലുവയും കൂടെ ചേർത്ത് നന്നായിട്ട് കഴുകിയ ശേഷം ഒരു 4 മണിക്കൂറോളം കുതിരാൻ വെച്ചതാണിത്. ഇത് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഞാനിത് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 2 പ്രാവശ്യമായിട്ടാണ് ഞാനിത് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് 1 കപ്പ് അളവിൽ ചോറ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് നമുക്ക് ദോശയ്ക്കൊക്കെ അരച്ചെടുക്കുന്ന പോലെ തന്നെ നന്നായിട്ട് അരച്ചെടുക്കാം. ഉഴുന്ന് നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന റാഗി പൊടിയിലേക്ക് ഈ ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം വെള്ളം ചേർത്ത് അരയ്ക്കുന്നതിൽ കുഴപ്പമില്ല കേട്ടോ. നമുക്ക് ദോശമാവ് കുഴയ്ക്കുന്ന പോലെ തന്നെയാണ് കുഴച്ചെടുക്കേണ്ടത്. അങ്ങനെ ഞാനിവിടെ ഉഴുന്ന് മുഴുവൻ അരച്ചതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഇതിലേക്ക് വെള്ളം ആവശ്യമെങ്കിൽ ഒഴിച്ചു കൊടുക്കണം. ദോശമാവിൻ്റെ പരുവത്തിൽ നമുക്ക് കുഴച്ചെടുക്കാം. മാവ് ഇവിടെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യമെങ്കിൽ നോക്കിയിട്ട് വീണ്ടും ചേർത്ത് കൊടുക്കാമല്ലോ. ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി റാഗി പൊടിയില്ലെങ്കിൽ നമ്മൾ സാധാരണ റാഗി ഉണ്ടല്ലോ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്, അത് ഈ ഉഴുന്ന് കുതിരാനിടുന്ന കൂട്ടത്തിൽ കുതിർക്കാൻ വെച്ചിട്ട് അരച്ചെടുത്താലും മതിയാവും. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഒരു 8 മണിക്കൂറെങ്കിലും പുളിപ്പിക്കുന്നതിന് വേണ്ടി വയ്ക്കാം. ഇതിപ്പം രാവിലെ ആയിട്ടുണ്ട്. നമ്മുടെ മാവ് നന്നായിട്ട് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. ഒരു സ്പൂൺ ഉപയോഗിച്ച് വളരെ പതുക്കെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് കല്ലിലേക്ക് ഒഴിച്ചു കൊടുത്ത് ദോശകളായിട്ട് ചുട്ടെടുക്കണം. ഞാനിവിടെ ദോശക്കല്ല് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സൈഡ് ഇങ്ങനെ മുരിഞ്ഞു വരുമ്പോൾ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ക്രിസ്പി ആയിട്ടുള്ള ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള ദോശ റെഡി ആയിട്ടുണ്ട്. ചട്നിയുടെ കൂടെയോ സാമ്പാറിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ വളരെ നല്ലതാണ്. നിങ്ങളുണ്ടാക്കി നോക്കണം. ദോശ മാത്രമല്ല, ഇഡ്ഡലിയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ നല്ലതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാൻ മറക്കരുത്. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം.